ബാക്ക് ടു മാജിസ്റ്റിക്സ് ബൈ മായ. അപ്പോൾ ഇന്നത്തെ ബോട്ടിലായിട്ട് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കുറച്ച് ഇൻസ്പയർഡ് ആയിട്ട് കണ്ടൊരു പിക്ചർ ഉണ്ട്. അത് തന്നെയാണ് ഞാനിത് ബോട്ടിലേക്ക് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ ബോട്ടിൽ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്ന ഒരു പെൺകുട്ടിയുടെ തീമാണ് ഇന്നത്തെ ബോട്ടിൽ ചെയ്തേക്കുന്നത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ അറിയാത്തവർക്കും ചെയ്യാൻ പറ്റും. ആ മെത്തേഡ് എന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു ഗ്ലാസ് ബോട്ടിൽ കഴുകി ഉണക്കി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ഒരു കോട്ട് വൈറ്റ് ആക്രിലിക് കളറ് ഫുള്ളായിട്ട് ബോട്ടിൽ അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ബ്രഷ് അല്ല യൂസ് ചെയ്തേക്കുന്നത്, സ്പോഞ്ചാണ്. നിങ്ങൾക്ക് സ്ക്രബ്ബറിൻ്റെ സ്പോഞ്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ സ്റ്റിക്കി സ്പോഞ്ച് എൻ്റെ ഉള്ളത് കൊണ്ടാണ് അത് യൂസ് ചെയ്തേക്കുന്നത്. ഉണങ്ങിയതിന് ശേഷം ഞാൻ അതിലൊരു ഇമേജ് ട്രേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഇമേജ് ട്രേസ് ചെയ്തേക്കുന്നത്. അത്രയ്ക്കങ്ങോട്ട് വരയ്ക്കാൻ അറിയാൻ വയ്യാത്തവർക്കാണെങ്കിൽ ഈ മെത്തേഡ് ഉപകാരപ്പെടും. പിന്നീട് ഒരു 0 പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ ഇമേജിൻ്റെ ഔട്ട്ലൈൻ ഒന്നും കൂടി ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്ലാക്ക് ആക്രിലിക് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ബോട്ടിൽ എഴുതാനും വരയ്ക്കാനും ഒക്കെ ആയിട്ട് 0 പോയിൻറ്റഡ് ബ്രഷാണ് ഏറ്റവും നല്ലത്. വരയ്ക്കുമ്പം അകത്തേക്ക് ഒട്ടും എക്സ്റ്റെൻഡ് ആവാത്ത രീതിയിൽ വേണം വരച്ചു കൊടുക്കാൻ. ചിലർക്ക് സംശയം ചോദിക്കാറുണ്ട്, കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്യുമ്പം കുറച്ചൊക്കെ അതിൻ്റെ കറുത്ത കളർ ബോട്ടിലാകുമല്ലോ എന്ന്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള റെമഡിയാണ്, നമ്മൾ ഏതാണോ ബേസ് കോട്ട് അടിച്ചേക്കുന്നത് അത് ഒന്നും കൂടി ആ കളർ അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോഴത്തെ ബോട്ടിൽ വൈറ്റിൽ ചെറുതായിട്ട് ബ്ലാക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വൈറ്റ് കളർ തന്നെ ഒന്നും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇമേജിൽ ഹാഫ് ഫേസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതായത് പുരികം, കണ്ണ്, ചുണ്ട്, അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് എലഗൻ്റ് ആയിട്ട് ഇരിക്കും. പുരികവും കണ്ണിൻ്റെ കുറച്ച് ഭാഗവും ബ്ലാക്ക് കളർ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ചുണ്ടിന് റെഡ് കളറാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ പെയിൻറ്റിങ് കഴിഞ്ഞു. വാർണിഷ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ലോണം ഉണങ്ങിയതിന് ശേഷം മാത്രമേ വാർണിഷ് അപ്ലൈ ചെയ്യാവൂ. അതിന് ശേഷം ഒരു റെഡ് കളർ വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. ബോട്ടിലിൻ്റെ ടോപ്പിൽ ചുറ്റി കൊടുക്കാനാണ്. വൈറ്റ് ഗ്ലൂ, നിങ്ങൾക്ക് ഏത് വൈറ്റ് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. വൈറ്റ് ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ടത് കുറച്ച് ടോപ്പിൽ നിന്ന് കുറച്ച് താഴേക്ക് ചുറ്റി കൊടുക്കുക.
അതിനുശേഷം സെയിം കളറ് വൂളൻ ത്രെഡിൽ 2-3 ബീഡ്സ് ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ത്രെഡിൻ്റെ താഴെയായിട്ട് ചുമ്മാ ഒരു ഡിസൈൻ പോലെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണം പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലത്തെ ഒരു അടിപൊളി ഐറ്റമായിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.